ഇന്നേ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന അല്ലെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും കേട്ടോ ഇത് അല്ലേ. നമ്മളുടെ ഫ്രഞ്ച് ടോസ്റ്റ് അങ്ങനെയൊക്കെയാണ് പേര്. നമ്മളുടെ മുട്ടയിൽ ബ്രെഡ് മുക്കി പൊരിക്കുന്ന ആ ഒരു സംഭവമല്ലേ അത്. പണ്ടൊക്കെ ആര് പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നാലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഐറ്റം ആയിരുന്നു ഇത്. ഇതിനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പേര് എന്ന് ഞാനിപ്പോൾ അടുത്താട്ടോ അറിഞ്ഞത്. എന്തായാലും വേണ്ടില്ല, നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് നോക്കിയേ, കുഞ്ഞു പഴവും വലിയ പഴവും, കുഞ്ഞു മുട്ടയും വലിയ മുട്ടയും പിന്നെ ബ്രെഡും. മുട്ടേൻ്റെ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ 2 മുട്ട എടുത്തത്. ഇത് ഇവിടെയുള്ള കോഴീൻ്റെ മുട്ടയാട്ടോ. ഒരു കോഴി ഇടുന്ന മുട്ടയാണ്, പക്ഷേ 2 ടൈപ്പിലിടുക. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇടും, ഒരു പ്രാവശ്യം കുഞ്ഞു മുട്ട ഇടും. എന്തായാലും ബിഗ് മുട്ടയിൽ എത്ര കുഞ്ഞുണ്ട് എന്ന് നോക്കാം നമുക്ക്. വാ, ഇരട്ട കുട്ടികളായിരുന്നു ഗൈസ്. എന്തായാലും വേണ്ടില്ല, നമ്മൾ പൊട്ടിച്ചു. അപ്പം ഇനി ഈ സംഭവത്തിനെ നമുക്ക് എന്താക്കാം, ഒരു മിക്സി ജാറിലേക്ക് ഇടാം. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, എന്നാലും ഞാൻ പറഞ്ഞുതരാം അറിയാത്തവരുണ്ടെങ്കിലോ. മിക്സി ജാറിലേക്ക് ഇടുക. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും മധുരത്തിന് ആവശ്യമായത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളത്. പിന്നെ ഏലക്ക ആണ് ഇടേണ്ടത്. ഏലക്ക തപ്പി നോക്കിയിട്ട് ഇവിടെ എവിടെയും കാണാനില്ല, അപ്പോൾ കണ്ടത് വാനിലയാണ്. എന്തായാലും വേണ്ടില്ല, വാനില എസൻസ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ ഇംഗ്ലീഷുകാരായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ, വെറുതെ ബ്രെഡ് ചായയിൽ മുക്കിയിട്ട് ഒരു വീഡിയോ ഇട്ടാലും അത് വൈറലാവും. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സംഭവം ഒന്ന് ഇട്ട് നോക്കിയാൽ അത് നമ്മളുടെ വയറ്റിലാകുന്നല്ലാണ്ട് വയറിൽ പോയിട്ട് കാണാൻ 1000 പേര് പോലും ഇല്ല. എന്താ ചെയ്യലേ. നമ്മളെപ്പോലത്തെ പാവപ്പെട്ട യൂട്യൂബേഴ്സിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല ഗൈസ്. എന്ത് ചെയ്യും, കഷ്ടം. എന്തായാലും വേണ്ടിയില്ല, നമുക്കിത് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ സലീം കുമാർ പറയുന്നത് പോലെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ, അതേപോലെ ഏതെങ്കിലുമൊക്കെ വീഡിയോ വൈറലായാലോ അല്ലേ. അപ്പോൾ ശരി, എന്തായാലും ബ്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പഴതാ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്നും ഇതേപോലത്തെ ഫോർക്ക് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മളുടെ മുട്ടയുടെ മിക്സ്, അതിലേക്ക് ഈ ബ്രെഡ് മുക്കിയിട്ട് നമുക്ക് ഈ ഒരു പാനിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും എനിക്ക് 3 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ, അപ്പം അതിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പം അതേപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും എടുക്കാം. എന്നിട്ട് നടു കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, എന്നാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് വൈറലാകുമോ എന്തോ, എന്തായാലും എൻ്റെ വയറ്റിലായിട്ടുണ്ട്. അടിപൊളി സാധനമായിരുന്നു.